ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞു എൻ്റെ അനിയത്തിൻ്റെ കല്യാണമായെന്നുള്ളത്. കല്യാണ ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ എന്തൊക്കെ കല്യാണ ഒരുക്കങ്ങളാണ് നടന്നതെന്നുള്ളൊരു വീഡിയോ ആണ്. വളരെ പെട്ടെന്നായിരുന്നു. കാര്യം എന്ന് വെച്ചാൽ ചേട്ടൻ പുറത്തുനിന്ന് അപ്പോൾ ഇപ്പം 2 വർഷം ഇരുന്നിട്ട് വരുന്നതാണ്. അപ്പോൾ 2 മാസത്തെ ലീവിനാണ് വരുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ കല്യാണം കഴിഞ്ഞിട്ട് അങ്ങ് പോവുകയാണ്. അപ്പം അതാണ് ഇത്രയും പെട്ടെന്ന് എന്ന് വെച്ചാൽ ചേട്ടന് പിന്നീട് പോയി കഴിഞ്ഞാൽ പിന്നെ കുറച്ച് താമസിച്ചിട്ട് തിരിച്ചു വരും. അതാണ് പെട്ടെന്ന് കല്യാണം ഞങ്ങൾ ഉറപ്പിച്ചത്. അപ്പോൾ അവരുടെ രണ്ടുപേരുടെ നാൾ വെച്ച് നോക്കിയപ്പോൾ സെപ്റ്റംബർ 14 നല്ല മുഹൂർത്തമാണ്. സെപ്റ്റംബർ 14 എന്ന് പറയുന്നത് ഉത്രാടത്തിനാണ്. അപ്പോൾ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കണം, എത്രത്തോളം റഷായിരിക്കും കല്യാണം. ഒന്ന് മണ്ഡപമായാലും അതേപോലെ പൂവ് കാര്യങ്ങളെല്ലാത്തിനും നല്ല റേറ്റ് കൂടിയിരിക്കുന്ന സമയമായിരിക്കും. അതേപോലെ തന്നെ തിരുവോണത്തിൻ്റെ തലേദിവസം എല്ലാവർക്കും വരണമെങ്കിൽ തന്നെ ഭയങ്കര റഷായിട്ടായിരിക്കും അവർ വരുന്നത്. കാര്യം എന്ന് വെച്ചാൽ പിറ്റേന്ന് തിരുവോണമാണ്. തിരുവോണത്തിന് എല്ലാവർക്കും എല്ലാം ചെയ്യേണ്ടതായിട്ടുള്ള ഇതാണല്ലോ. അതേപോലെ തന്നെ ഭയങ്കര തിരക്കുമായിട്ടുള്ള സമയമാണ് ഈ ഉത്രാടം. കാര്യം വെച്ചാൽ വേറെ ഡേറ്റൊന്നും കിട്ടിയില്ല. ഞങ്ങൾ നോക്കിയപ്പോൾ ഈ ഒരു ഡേറ്റാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും കല്യാണമല്ലേ, ഇനി അതൊന്ന് വെച്ച് നീട്ടണ്ടെന്ന് ചോദിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ നോക്കുകയാണെങ്കിൽ ഒക്ടോബറിൽ അവളുടെ ബർത്ത്ഡേ വരെയാണ്, നവംബറിൽ ചേട്ടൻ്റെ ബർത്ത്ഡേ വരെയാണ്. പിന്നെ ബർത്ത്ഡേ മാസങ്ങൾ കല്യാണം നടത്താൻ പാടില്ല ഞങ്ങൾ പറയും. അതുകൊണ്ട് തന്നെ എന്തായാലും സെപ്റ്റംബറിൽ കിട്ടിയ ഡേറ്റിൽ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചേട്ടൻ വരെയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ സെപ്റ്റംബർ 14 വേണ്ടിയുള്ള ഒരുക്കങ്ങളാണ് തുടങ്ങിയത്. പിന്നെ ഡ്രസ്സ് എടുത്തു. ഞാൻ സാരിയൊക്കെയാണ് എടുത്തത്. ഞാനും അതിൽ ഞങ്ങൾക്കുള്ള ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അവർ പോയി സാരി എടുത്തു. പിന്നെ ഒഫീഷ്യലായിട്ട് ചെറിയൊരു പെണ്ണുകാണൽ നടന്നിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഇതിന് ഹൽദിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അവളുടെ കല്യാണത്തിന് ഹൽദിയൊന്നുമില്ല. കാര്യം എന്ന് വെച്ചാൽ എൻ്റെ കല്യാണം ഇപ്പോൾ കഴിഞ്ഞതല്ലേ ഉള്ളൂ. അപ്പോൾ അതിനായിട്ടുള്ള ചെറിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് അവളുടെ ഹൽദി ഒന്നും ഇപ്പോൾ, അതുപോലെ തന്നെ അവളും പറഞ്ഞു ഹൽദി ഇപ്പോൾ വേണ്ട, കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഹൽദിയൊന്നുമില്ല. പക്ഷേ നമ്മൾ എൻജോയ് ചെയ്യേണ്ട രീതിയിലെല്ലാം അവളുടെ കല്യാണം അടിപൊളിയായിട്ട് എൻജോയ് ചെയ്ത് നടത്തു. അപ്പം കല്യാണത്തിന് വേണ്ടിയുള്ള ഇങ്ങനെ അറേഞ്ച്മെൻറ്റ്സ് ഓരോന്നേരം ഞങ്ങൾ പ്ലാൻ ചെയ്ത് വരാൻ വേണ്ടിയിരിക്കുകയാണ്. അതേപോലെ തന്നെ കല്യാണം ഈ ഓണ സമയത്തായതുകൊണ്ട് അതിൻ്റെ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അല്ലാതെ വേറെ വലിയ ടെൻഷനൊന്നുമില്ല. അങ്ങനെ ഇരിക്കുന്നു. പിന്നെ ലെറ്ററൊക്കെ അടിക്കാൻ വേണ്ടി കൊടുത്തു. പിന്നെ അവളുടെ ഡ്രസ്സൊക്കെ തയ്ക്കാൻ വേണ്ടി കൊടുത്തു. അപ്പോൾ അതെല്ലാം ഉടനെ തയ്ച്ച് കിട്ടും. പിന്നെ എൻ്റെ ബ്ലൗസും കാര്യങ്ങളൊക്കെ തയ്ക്കാൻ വേണ്ടി കൊടുത്തു. അതൊക്കെ എനിക്കറിയാവുന്ന വേറെ ഒരാളടുത്താണ് കൊടുത്തത്. അതൊക്കെ തയ്ക്കാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട്. ബ്യൂട്ടീഷ്യനെ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ മേക്കപ്പ് ചെയ്ത ആളല്ല. കാര്യം എന്ന് വെച്ചാൽ ആ മേക്കപ്പ് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അടുത്ത് വരുമ്പോൾ ഇങ്ങനെ അവിടെ ഇവിടെ പുട്ടി കൊലിച്ചൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു. അവർ അത്ര നന്നായിട്ട് എനിക്ക് തോന്നിയില്ല. കാര്യം എന്താ വെച്ചാൽ 12,000 രൂപയായിരുന്നു. എന്ന് വെച്ചാൽ ഒരു ദിവസത്തെ സാരി ഡ്രാപ്പിങ്ങും പിന്നെ അതേപോലെ ഹെയർ സ്റ്റൈലും മേക്കപ്പും കൂടി 12,000 രൂപയായിരുന്നു. ഞാൻ ഇത്തിരി കുറഞ്ഞ പൈസ നോക്കി പോയതാണ്. പക്ഷേ 12,000 രൂപയ്ക്ക് അവർ ചെയ്തിരുന്നു. പക്ഷേ മേക്കപ്പ് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. നല്ല ലോങ് ലാസ്റ്റിങ്ങും അല്ലായിരുന്നു, ഒരുമാതിരി ആയിരുന്നു. അപ്പോൾ അവൾക്ക് എന്തായാലും അവിടെ ചെയ്യേണ്ടതെന്ന് വിചാരിച്ചിട്ട് അവൾ യൂട്യൂബ് ചാനലിൽ നിന്ന് ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് നോക്കിയിട്ട്, അതേപോലെ എൻ്റെ വൈകിട്ടത്തെ റിസപ്ഷൻ ചെയ്തത് ഇപ്പോൾ അവൾക്ക് കല്യാണത്തിന് മേക്കപ്പ് ചെയ്ത് കൊടുക്കുന്ന ആളാണ്. അങ്ങനെ ആ മേക്കപ്പൊക്കെ കണ്ടിട്ട് അവൾ ഇൻസ്റ്റാഗ്രാമിൽ തപ്പിപ്പിടിച്ച് പോയതാണ്. 5,000 റുപ്പീസാണ്. പക്ഷേ അതിൻ്റെ അകത്ത് നമ്മുടെ ഇതൊന്നും വരില്ല. നമുക്കൊരു ഫ്രീ ആയിട്ടൊരു ഫേഷ്യലും കാര്യങ്ങളൊക്കെ സാധാരണ മേക്കപ്പ് ആർട്ടിസ്റ്റൊക്കെ തരുന്നുണ്ട്. പക്ഷേ ഇതിൽ എന്തായാലും 5,000 രൂപയില്ല. അതുകൊണ്ട് ഇവർ ഇതൊന്നും ഫേഷ്യലൊന്നും പ്രൊവൈഡ് ചെയ്യുന്നില്ല. അത് നമ്മൾ സെപ്പറേറ്റ് പൈസ കൊടുത്ത് തന്നെ ചെയ്യണം. അല്ലെങ്കിൽ ഇവരുടെ അടുത്ത് പറഞ്ഞ് ചെയ്യിച്ചാലും മതിയാവും. അങ്ങനെ 5,000 റുപ്പീസായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് മേക്കപ്പ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. പിന്നെ ഇവളുടെ കല്യാണം എന്ന് പറയുന്നത് ആഴിമല ക്ഷേത്രത്തിൽ വെച്ചാണ് ഉള്ള കല്യാണം. അത് ആ ചേട്ടന് ഒരു ചെറിയ നേർച്ച ഉണ്ടായിരുന്നു, ശിവൻകോവിൽ വെച്ച് കല്യാണം കഴിക്കണമെന്ന്. അപ്പോൾ ചെങ്കലൊക്കെ പോകാമെന്ന് വിചാരിച്ചപ്പോൾ ഞങ്ങൾക്ക് ദൂരം ട്രാവൽ ചെയ്തിട്ട് വരുമ്പോൾ ദൂരം അത്രയും ഞങ്ങൾക്ക് അത് തമ്മിൽ കണക്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു ഇനി ശരി ആഴിമലയും ശിവക്ഷേത്രം തന്നെയുള്ള അവിടെ വെച്ച് കല്യാണം കഴിപ്പിക്കാമെന്ന്. അപ്പോൾ 7:50-നും 8:20-നുമായിരുന്നു 8:20-നുമാണ് കല്യാണം. അത് കഴിഞ്ഞ് ബാക്കി ചടങ്ങുകൾ ഞങ്ങളിപ്പം കല്ലിയൂരാണ് താമസിക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ നിന്ന് അടുത്താണ് വെങ്ങാനൂർ. അപ്പോൾ വെങ്ങാനൂർ നീലകേശി പഴയ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഫംഗ്ഷനൊക്കെ നടക്കാൻ വേണ്ടി പോകുന്നത്. അത് കഴിഞ്ഞിട്ട് നേരെ ഇങ്ങോട്ട് തിരുവല്ലം ഒരു 12 മണിയൊക്കെ ആകുമ്പോൾ അവളെയും കൊണ്ട് ഇറങ്ങും. അങ്ങനെയാണ് കല്യാണത്തിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ പോകുന്നത്. പിന്നെ എൻ്റെ കല്യാണത്തിൻ്റെ ഒറ്റക്കിടന്ന് ഓട്ടമായിരുന്നു. ഇപ്പം അങ്ങനെയല്ല, അതിലും കൂടെയൊക്കെ ഉണ്ട്. അതുകൊണ്ട് വളരെ ടെൻഷനൊന്നും അധികം ഇല്ല. കാര്യം എന്ന് വെച്ചാൽ ഇല്ലെങ്കിൽ വേറൊരാളെ ഓട്ടിക്കാൻ വേണ്ടിയിട്ട് ആളുണ്ട്. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇനി എന്തായാലും കല്യാണത്തിന് തിരക്കും കാര്യങ്ങളുമായിട്ട് ഓട്ടം തുടങ്ങിയാണ്. അതേപോലെ തന്നെ എൻ്റെ അവളുടെയും ഫസ്റ്റ് തിരുവോണമായിരിക്കും. കല്യാണം കഴിഞ്ഞ് പിറ്റേ ദിവസം തിരുവോണമാണ്. അപ്പോൾ ഞങ്ങൾ കല്യാണം കഴിഞ്ഞ് കണ്ണുറക്കുന്നത് തിരുവോണത്തിലോട്ടാണ്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളും അറേഞ്ച് ചെയ്യണം. പിന്നെ അവിടെ അഖിലിൻ്റെ അവിടെയൊക്കെ നല്ല അടിപൊളി പരിപാടിയും കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. അപ്പോൾ ആദ്യമായിട്ട് അവിടുത്തെ പരിപാടിയും കാര്യങ്ങളും കാണാൻ വേണ്ടി പോവുകയാണ്. അതേപോലെ തന്നെ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചുമാണ്. അപ്പോൾ ഇനി ബാക്കി കല്യാണ വിശേഷങ്ങൾ ഞാൻ വഴി അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ ബൈ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.